ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സങ്കീർത്തന മാധുരി എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 18-ാം സങ്കീർത്തനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. 50 വാക്യങ്ങൾ ഉൾപ്പെടുന്ന 18-ാം സങ്കീർത്തനത്തിൻ്റെ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചും പഠിച്ചും കഴിഞ്ഞു. 18-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കഷ്ടതയിൽ ഹൃദയപൂർവ്വം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന ഒരു ഭക്തന്, നിലവിളിക്കുന്ന ഒരു യാചകന് ദൈവം മറുപടി കേട്ട് ഉത്തരമരുളുന്ന ആ അനുഭവം വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ പുറപ്പെടൽ, ദൈവത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ, അത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭൗതിക ചിന്തകൾക്കപ്പുറമായ ചില വ്യാഖ്യാനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സർവശക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. 13 മുതലുള്ള വാക്യങ്ങളിൽ യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു, ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു, അവൻ അസ്ത്രമേതവരെ ചിതറിച്ചു, മിന്നലയച്ചവരെ തോൽപ്പിച്ചു. 18-ാം സങ്കീർത്തനം 13, 14 വാക്യങ്ങൾ. അതിനു മുൻപുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു, അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു, തീക്കനൽ അവനിൽ ജ്വലിച്ചു, ആകാശം ചായ്ച്ചിറങ്ങി, കൂരിരുൾ കാൽ കീഴുണ്ടായിരുന്നു, കെറൂബിനെ വാഹനമാക്കി പറന്നു തുടങ്ങിയ വിശദമായ പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ള ആവശ്യമായിരുന്ന പല കാര്യങ്ങളും അവിടെ വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വീണ്ടും തുടർന്ന് പറയുന്നു, ആകാശത്തിൽ അവൻ ഇടിമുഴക്കി. ദൈവത്തിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെടുത്തി, സർവശക്തൻ്റെ മഹിമയുമായിട്ട് ബന്ധപ്പെടുത്തി, മനുഷ്യ ചിന്തയ്ക്കപ്പുറമായ ചില കാര്യങ്ങളാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെടുത്തി, സാമീപ്യത്തിൻ്റെ പ്രതീകമായിട്ട് ബന്ധപ്പെടുത്തി ആകാശത്തിൽ ഇടിമുഴക്കി എന്നുള്ളതും, അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു എന്നുള്ളതും, ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു എന്നുള്ളതും ശാസ്ത്രീയമായ വിശകലനങ്ങളും കൂടി ഉൾപ്പെടുന്ന ചില സംഗതികളാണ്. ആകാശത്തിലെ ഇടിമുഴക്കം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇടിമുഴക്കം മനുഷ്യനെ ഭയപ്പെടുത്താറുണ്ട്. മനുഷ്യ സൃഷ്ടിയുടെ ആദ്യകാലം തൊട്ട് തന്നെ മനുഷ്യൻ പ്രകൃതി ശക്തികളെ ഭയപ്പെട്ടിരുന്നു. ആദിമകാല ഗുഹാമനുഷ്യരും ഗോത്രവർഗക്കാരും ആദിവാസികളുമൊക്കെ ഈ പ്രകൃതി ശക്തികളെ ഭയപ്പെടുക മാത്രമല്ല, അവയെ ആരാധിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇടിയും മിന്നലുമൊക്കെ ഗ്രീക്ക് പുരാണത്തിൽ സിയൂസ് ദേവന്റെ ആയുധങ്ങളായി പലരും കണക്കാക്കി. അങ്ങനെ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുവാൻ വേണ്ടി, അത് ദോഷമാകാതിരിക്കുവാൻ വേണ്ടി, അവയെ പ്രസാദിപ്പിക്കുവാനും അവയ്ക്കൊരു ദേവചൈതന്യം നൽകുവാനും ആദിമകാലത്തുണ്ടായിരുന്നവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരന് അത്തരമൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രീക്ക് സ്വാധീനമുണ്ട്, റോമൻ സ്വാധീനമുണ്ട്, ആദിമ മനുഷ്യവർഗത്തിൻ്റെ എല്ലാവിധമായ സ്വാധീനം, ഇസ്രായേലിനെ അന്ന് ഗ്രസിച്ചിരുന്ന ഭയവും വിഹലതകളുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ സർവശക്തനായ തൻ്റെ ദൈവത്തെ എല്ലാറ്റിനും ഉപരിയായി ഉയർത്തി കാണിക്കുകയാണ്. അവൻ്റെ വരവിൽ അവൻ പുറപ്പെടുമ്പോൾ തൻ്റെ യാചനകൾക്ക് മറുപടി നൽകിക്കൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി വരുമ്പോൾ ആകാശത്തിൽ ഇടിമുഴക്കമുണ്ടാക്കി. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇടിമുഴക്കമെന്ന് പറയുന്നത് ഒരു പ്രകൃതി ശക്തിയാണ്, മനുഷ്യന് ഭയാനകത ഉണ്ടാക്കുന്നതാണ്, പേടിപ്പെടുത്തുന്നതാണ്. ഇടിയും മിന്നലിൻ്റെയും ഒക്കെ പിന്നിൽ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. എങ്ങനെ ഇടി മുഴങ്ങുന്നു, മിന്നലുണ്ടാകുന്നു എന്ന് ഇന്ന് കൊച്ചു പിള്ളേരോട് ചോദിച്ചാലും അവർ വ്യക്തമായിട്ട് പറയും. ഞാൻ അതിൻ്റെ ശാസ്ത്രീയ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നില്ല. ആകാശത്തിൽ ഇടിമുഴക്കമുണ്ടാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, മുഴക്കമുണ്ടാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, മിന്നലുണ്ടാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം
എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു പ്രാർത്ഥനാ വിഷയമാകണം. പലപ്പോഴും നമ്മൾക്കറിയാം, ഇടിവെട്ടുന്നതിന് മുൻപ് മിന്നലുണ്ടാകും. ഒരു മിന്നലുണ്ടായി കഴിയുമ്പോൾ തൊട്ടുപുറകെ ഇടിയുണ്ടാകുമെന്ന് നമുക്കറിയാം. മനുഷ്യനിൽ ഇടി ഏശിയാൽ മരണമുണ്ടാകും, പ്രത്യേകിച്ച് തീ കത്തും. കാരണം ഉന്നത വോൾട്ടേജിലുള്ള ഇലക്ട്രിസിറ്റിയാണ് ഇടി മുഴങ്ങുമ്പോൾ, മിന്നലുണ്ടാകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ആദ്യം മിന്നലിനെയാണ് മനുഷ്യൻ കൂടുതൽ ഭയക്കുന്നത്. ഇടിയേക്കാളും കൂടുതൽ ഭയക്കേണ്ടത് യഥാർത്ഥത്തിൽ മിന്നലിനെ തന്നെയാണ്. അപ്പോൾ അത് ഒരു പ്രകൃതി ശക്തിയുടെ ഭാഗമാണ്, ഒരു പ്രത്യേകമായ പ്രതിഭാസമാണ്. ദൈവം ആകാശത്തിൽ ഇടിമുഴക്കം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വരത്തിന് പ്രത്യേകതകളുണ്ട്. ദൈവത്തിൻ്റെ ഒരു ആയുധമായി ഈ ശബ്ദത്തെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, വനത്തിലെ മരങ്ങളെ തോലിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നുമുണ്ട്. ഇതിൻ്റെ പ്രായോഗികമായ ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ദൈവം കടന്നു വരുമ്പോൾ ഇടിമുഴക്കം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ചില മുൻ സൂചനകളാണ്. അതിശക്തമായ ഇടിമുഴക്കം ഭീതിപ്പെടുത്തുന്നതാണെങ്കിലും ചില സാഹചര്യത്തിൽ മുൻകുറികളുമാണ്. ഈ മുൻകുറികൾ നമ്മുടെയൊക്കെ ജീവിതത്തിന് ആവശ്യമാണ്. ചില മുഴക്കങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില ഒരുക്കങ്ങൾ വേണം. മുഴക്കങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഉയരുന്നുണ്ട്. പ്രിയമുള്ളവരെ, എത്രമാത്രം ശക്തമായ ഹൈഡ്രജൻ ബോംബും ആറ്റം ബോംബുമാണെങ്കിലും അതിനേക്കാൾ ഉപരിയായി മുഴങ്ങുന്ന ദൈവസ്വരം നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മൾ പറയാറില്ലയോ, ചെവി കേൾക്കാൻ സാധിക്കാത്ത ബധിരനായ മനുഷ്യൻ്റെ മുൻപിൽ വലിയ പടക്കം പൊട്ടിച്ചിട്ടും കാര്യമില്ല, വലിയ ഇടി മുഴങ്ങിയിട്ടും കാര്യമില്ല. ഒരു ഓലപ്പടക്കം പൊട്ടുന്ന ആ ഒരു പ്രതീതി പോലും ബധിരനായ ഒരുവൻ്റെ മുൻപിൽ വലിയ ശബ്ദം പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്നില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഉണ്ടാക്കണം. വലിയ മുഴക്കങ്ങൾ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്, പക്ഷേ ഈ മുഴക്കം നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മുഴക്കം നമ്മുടെ ജീവിതത്തിന് അനുഭവവേദ്യമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരുക്കത്തോടെയുള്ള ഒരു പ്രാർത്ഥന നമുക്ക് വേണം. ആകാശത്തിൻ ശക്തി ഇളകിടുന്നതാൽ ഭൂമിയിൽ എന്തോ ഭവിക്കുമെന്നോത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടുന്നു ഒരുങ്ങിടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നു ഒരുങ്ങിടാം. ദൈവത്തിൻ്റെ വരവിൽ ദൈവം പുറപ്പെടുമ്പോൾ ഇടിമുഴക്കമുണ്ടാക്കി എന്നുള്ള പ്രയോഗത്തിലൂടെ ദൈവത്തെ പേടിപ്പെടുത്തുന്ന ഒരു ശക്തിയായി പറയാനോ അല്ലെങ്കിൽ ആരെങ്കിലും പേടിക്കണമെന്ന് പറയാനോ അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മൾ കേൾക്കുന്ന ചില ഇടിമുഴക്കങ്ങൾക്കിടയിൽ ദൈവം കടന്നു വരുന്നു, അതിൻ്റെ ഒരു മുൻകുറിയാണ് ആ സൂചന. നമ്മൾ കേൾക്കുന്ന ഇടിമുഴക്കങ്ങൾ പലവിധമായ പ്രതിസന്ധികളാകാം, വേദനകളാകാം, മറ്റു ചിലരുടെ അമിട്ട് പൊട്ടിക്കലായിരിക്കാം, മറ്റു ചിലരുടെ ഭീഷണിപ്പെടുത്തലായിരിക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ഈ പേടിപ്പെടുത്തുന്നതിൻ്റെ ഇടയിലും എൻ്റെ ദൈവം കടന്നു വരുന്നു എന്നുള്ള ഒരു വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അവിടെയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്, അവിടെയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. ആ മുഴക്കം നമ്മളെ സ്വർഗത്തിൻ്റെ മുഴക്കം കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ വരവെങ്കിൽ രാജാതിരാജാവായി കർത്താവായിട്ട് അവൻ എഴുന്നള്ളുമ്പോൾ മാലാകമാരുടെ വലിയ ഘോഷസ്വരം ഉയരും, കാഹളം വായിക്കും. ആ കാഹളം മുഴങ്ങുമ്പോൾ പേടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഭയപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ചില ഇടിമുഴക്കങ്ങൾ കേൾക്കുവാനുള്ള തയ്യാറെടുപ്പുണ്ടാകണം, അതിനുവേണ്ടിയുള്ള സമർപ്പണമുണ്ടാകണം, അതിനെ സഹിക്കുവാനുള്ള ശക്തി ഉണ്ടാകണം. നമ്മൾ പാടാറുണ്ട്, കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി യേശുദാനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശുദാനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. വീണ്ടും നമ്മൾ വായിക്കുന്നു, അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു,
ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. ആകാശത്തിൽ ഇടിമുഴക്കമുണ്ടാക്കി അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു. ദൈവത്തിൻ്റെ നാദം കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരാരുമില്ല. ദൈവത്തിൻ്റെ ശബ്ദം അന്തരേന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്, ഉള്ളിലേക്ക് തറച്ചു കയറുന്നതാണ്. ദൈവത്തിൻ്റെ നാദം, ഇടിമുഴക്കത്തിൽ ദൈവത്തിൻ്റെ ശബ്ദമുണ്ടായെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, ഭയത്തോടും വിറയലോടും കൂടി ആ സ്വരം കേൾക്കുവാനുള്ള ഒരു വലിയ അനുജ്ഞ അവിടെ നൽകപ്പെടുകയാണ്. അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു. ഈ നാദം കേൾക്കുവാൻ കാത്തിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അത്യുച്ചത്തിൽ മറുപടി പറയുന്ന, കേൾക്കുന്ന, അരുളപ്പാടുകളെ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ ഇടിമുഴക്കമുണ്ടാക്കി അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. അത്യുന്നതൻ്റെ സ്വരത്തിന് ചില പ്രത്യേകതകളുണ്ട് പ്രിയമുള്ളവരെ. ഇന്ന് ചിലപ്പോൾ അടുത്തിരിക്കുന്നവരുടെ സ്വരം പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അടുത്തിരിക്കുന്നവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അരി എത്ര ആണെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിന്താധാരകളിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവനെയും ആ നാദത്തിൻ്റെ ആ വീജിയിലേക്ക് ആകർഷിക്കുകയാണ്. ചിലർക്ക് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടൊന്നും പറ്റത്തില്ല, സാധാ സ്വരങ്ങൾ കൊണ്ടൊന്നും പറ്റത്തില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രകമ്പനം ഉണ്ടാകണം, ചില പ്രകമ്പനം ഉണ്ടാകണം, ചില ശക്തികൾ ഉണ്ടാകണം, ചില ആജ്ഞാസ്വരങ്ങൾ ഉണ്ടാകണം. ഇടിമുഴക്കത്തിൽ പലരും പേടിച്ച് വിറയ്ക്കാറുണ്ട്. ഇന്ന് ഇടിമുഴക്കമുണ്ടാകുമ്പോൾ പേടിച്ചരണ്ടൊളിച്ചിരിക്കുന്ന ഒരു സമൂഹത്തെയല്ല ആവശ്യം. ഇന്ന് ലോകത്തിൻ്റെ ചുറ്റും നടക്കുന്ന ഓരോ സംഭവങ്ങളും അത്യുന്നതൻ്റെ ഇടിമുഴക്കങ്ങളാണ്. ഇടയ്ക്ക് അവനൊരു വെടി പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ പേടിച്ചോടാനല്ല, ഭയക്കാനല്ല, ദൈവത്തെ നിന്ദിക്കാനല്ല, മറിച്ച് അവൻ്റെ സ്വരം കേൾക്കാനുള്ള ചില തിരിഞ്ഞുവരവിനുള്ള ചില വിളികൾ മാത്രമാണ്. ഇടിമുഴക്കത്തിൽ അവൻ സ്വരം കേൾപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ ഇടിമുഴക്കത്തിൽ കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകമായ മുന്നറിയിപ്പുകളാണ്, അത്യാവശ്യമുള്ള മുന്നറിയിപ്പുകളാണ്. സാധാ രീതിയിൽ പറഞ്ഞാലൊന്നും പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ പലപ്പോഴും അകാരണമായി കിടന്ന് പപ്പ മമ്മി എന്നൊക്കെ വിളിക്കാറുണ്ട്, ഇങ്ങോട്ട് വായോ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ എപ്പോഴൊന്നും അപ്പനും അമ്മയും ഓടിച്ചെല്ലണമെന്നില്ല. പക്ഷേ ഉറക്ക കരയുമ്പോൾ മാതാപിതാക്കൾ ഓടിച്ചെല്ലും, എൻ്റെ കുഞ്ഞെന്തിനാ കരഞ്ഞെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ ഓടിച്ചെല്ലും. ആയതുപോലെ പ്രിയമുള്ളവരെ, ചില മുന്നറിയിപ്പുകൾ വരുമ്പോൾ നമുക്കറിയാം. ചിലപ്പോൾ ഫോണിൽ വിളിച്ചാലൊന്നും നമ്മൾ എടുക്കത്തില്ല, വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ പെട്ടെന്ന് നോക്കണമെന്നില്ല. അതുകൊണ്ട് ഫോൺ വിളിക്കാത്തവർ പോലും അത്യാവശ്യം വരുമ്പോൾ ചിലരെ വിളിക്കാറുണ്ട്, ചില കാര്യങ്ങൾ ഓർപ്പിക്കാറുണ്ട്. അധികം നേരം സംസാരിച്ചില്ലെങ്കിലും ഒരു വാക്കിലെങ്കിലും മറുപടി കൊടുക്കാറുണ്ട്. അത്യാവശ്യമില്ലാത്ത മെസ്സേജ് ആണെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുകയോ ഒരു ടൈപ്പ്ഡ് മെസ്സേജ് ഇടുകയോ ചെയ്താൽ മാത്രം മതിയാകും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഓർത്തോണം, നമ്മൾ ഇന്ന് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ടൈപ്പ്ഡ് മെസ്സേജ് വായിക്കാനോ അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് കേൾക്കാനോ ഉള്ള സമയമുള്ള ലോകത്തല്ല. നമുക്ക് സമയം തീരെയില്ല. നമ്മൾ കടന്നു പോകുന്നത് വലിയ നാശത്തിലേക്കാണ് പോകുന്നത്, വലിയ വീഴ്ചയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തിരിഞ്ഞു വരിക എന്നുള്ള ഒരു സ്വരത്തോടു കൂടി അവൻ നാദം കേൾപ്പിക്കുകയാണ്. ദൈവത്തിന്റെ നാദം കേൾക്കുന്ന ചിലർക്ക് അത് ഭീതിതമായിട്ട് തോന്നും, ചിലർക്ക് മുന്നറിയിപ്പായിട്ട് തോന്നും, ചിലർക്ക് ശിക്ഷയായിട്ട് തോന്നും, ചിലർക്ക് സൗമ്യമായൊരു സ്വരമായിട്ട് തോന്നും, മറ്റു ചിലർക്ക് നല്ലൊരു പക്ഷിയുടെ കളകൂജനമായിട്ട് തോന്നും. എൻ്റെ ദൈവം എന്നെ വിളിക്കുന്നല്ലോ. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും ഒരുമിച്ച് പാർത്തപ്പോൾ ദൈവത്തിന്റെ കാലടി ശബ്ദം കേട്ട് അവന്റെ സ്വരം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ആദാമും ഹവ്വായും ഓടിച്ചെല്ലുമായിരുന്നു. നഗ്നരാണെന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരുന്നു. പ്രകാശ വസ്ത്രം അവർക്കുണ്ടായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കാലടി ശബ്ദം കേട്ട് ഭയന്ന് പരവശരായി. ആദമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ മരങ്ങൾക്കിടയിൽ, ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്നു. നീ എന്തിനൊളിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ദൈവമേ ഞാൻ നഗ്നനാണെന്ന് പറഞ്ഞു. പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവത്തോടൊപ്പം നടന്നപ്പോൾ നഗ്നനാണെന്ന് ആദാമിന് തോന്നിയില്ല. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവസ്വരം കേട്ടപ്പോഴേ, കാലടി ശബ്ദം കേട്ടപ്പോഴേ ഒരു നാണക്കേട് തോന്നി.
ദൈവത്തെ സമീപിക്കാൻ നാണക്കേട് തോന്നി. ഇന്നത്തെ മനുഷ്യന്റെ ജീവിതവും അതുപോലെ തന്നെയാണ്. പലപ്പോഴും ഒരു നാണക്കേട് തോന്നാറില്ലയോ? ഈ നാണക്കേട് മനുഷ്യന് തോന്നുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാനാ ശ്രമിക്കുന്നത്. എത്രയോ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതം നമുക്കറിയാം. നന്നായി പ്രാർത്ഥിച്ച ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു, ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. വിശുദ്ധ ആൾത്താരിൽ ശുശ്രൂഷിച്ചവർ, ആത്മീക സംഘടനകളിൽ പ്രവർത്തിച്ചവർ, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയവർ. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരകലാൻ തുടങ്ങി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൽ നിന്ന് പലരെയും അകറ്റുന്ന പലതും ഇന്നത്തെ ലോകത്തുണ്ട്. ഞാൻ വിശുദ്ധ ആൾത്താരയിൽ എങ്ങനെ കയറും? ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നും? വേദപുസ്തകം വായിക്കും. അപ്പൊ ദൈവത്തിൽ നിന്ന് അകലാൻ വേണ്ടി വേദപുസ്തകം വായിക്കാതിരിക്കുക, ആരാധനയിൽ സംബന്ധിക്കാതിരിക്കുക, ആൾത്താരയിൽ കയറാതിരിക്കുക, നന്മ ചെയ്യാതിരിക്കുക, പ്രാർത്ഥിക്കാതിരിക്കുക, പാട്ടുപാടാതിരിക്കുക, ആ ഒരു മെത്തഡോളജി ഇന്ന് പലരും ഏറ്റെടുത്തേക്കുകയാണ്. അങ്ങനെ അകന്നിരിക്കുന്നവർക്കുള്ള, ആ മെത്തഡോളജി ഫോളോ ചെയ്യുന്നവർക്കുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പാണ് അതിശക്തമായ ഇടിമുഴക്കം, അതിലൂടെയുള്ള നാദം കേൾപ്പിക്കൽ. ഈ സ്വരം കേൾപ്പിക്കല് നമുക്ക് വേണ്ടി മാത്രമാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഓർത്തോണം, ചില പാടശേഖരങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ പക്ഷികളെ വെടിവെക്കുന്ന ചിലരുണ്ട്. എയർ ഗൺ കൊണ്ട് വെടിവെക്കും. പെട്ടെന്ന് എയർ ഗൺ കൊണ്ട് വെടിവെക്കുമ്പോഴത്തേക്ക് കിളിജാലങ്ങളൊക്കെ പറന്നു പോകും, പക്ഷിജാലങ്ങൾ മാറിപ്പോകും. ചിലപ്പോൾ 1-2 എണ്ണത്തിന് വെടിയേറ്റെന്നിരിക്കും, ബാക്കിയെല്ലാം പറന്നു പോകും. പ്രത്യേകിച്ച് അങ്ങനെ വെടിവെക്കുവാനുള്ള കാരണം ഒരു നശീകരണ ബുദ്ധിയോടെയാണ്, വെടിവെച്ചിടുക എന്നുള്ള ഒരു ബുദ്ധിയോടെയാണ്. ദൈവത്തിന്റെ സ്വരം എന്ന് പറയുന്നത് വെടിവെച്ചിടാൻ വേണ്ടിയുള്ളതല്ല, ഉറക്കത്തിലിരിക്കുന്നവരെ ഉണർത്താൻ വേണ്ടിയാണ്. സാധാ വിളി കേൾക്കാതെ ശ്രദ്ധിക്കാതിരിക്കുന്നവരെ ഉറക്കത്തന്നെ വിളിക്കണം. ഇവിടെ ദൈവത്തിന്റെ വിളി അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അത്യുന്നതിന് ഇടിമുഴക്കമുണ്ടാക്കി അവൻ നാദം കേൾപ്പിച്ചു. തുടർന്ന് പറയുകയാണ്, ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. മേഘാവൃതമായ ഒരു അന്തരീക്ഷത്തിൽ ഇടിമുഴക്കമുണ്ടാകുമ്പോൾ, വലിയ ശബ്ദമുണ്ടാകുമ്പോൾ മഴ പെയ്യും, അവിടെ ആലിപ്പഴം പൊഴിയും. ഇവിടെ പറയുന്നത് ആലിപ്പഴം മാത്രമല്ല, തീക്കനലും പൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായ വീക്ഷണത്തോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കുറച്ചുനാൾ മഴ പെയ്യാതിരുന്ന് കഴിഞ്ഞിട്ട് ആദ്യം മഴ പെയ്യുമ്പോൾ നല്ല ആലിപ്പഴം പൊഴിയും. അതിന് ശബ്ദം വലുതാണ്. കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ വീഴുമ്പോൾ ആ ശബ്ദം നമ്മൾ കേൾക്കും. റോഡിലൊക്കെ ചിതറി വീഴുമ്പോൾ നമ്മൾ ഓടിച്ചെന്നെടുക്കാൻ ചെല്ലും. പക്ഷേ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് അത് അലിഞ്ഞു പോകും. കൊച്ചു കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആലിപ്പഴം പെറുക്കുവാൻ ഓടിയിട്ടുള്ള ആ ഒരു രംഗം വളരെ സന്തോഷകരമാണ്. നമ്മളുടെയൊക്കെ ചെറുബാല്യങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. പലരും ആലിപ്പഴം പെറുക്കും, അത് പാത്രത്തിലൊക്കെ എടുത്തിടും. പക്ഷേ എടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കൊണ്ട് അത് മൊത്തം വെള്ളമായി തീരും. നല്ല തണുപ്പുണ്ട്. അത് വായിലിട്ട് അലിയിച്ച് രുചിയോടുകൂടി കഴിക്കും. അതിന് രുചിയൊന്നുമില്ലെങ്കിലും അത് വായിലിടുമ്പോൾ ഒരു പ്രത്യേകമായ സന്തോഷമുണ്ട്, ആലിപ്പഴത്തിനുണ്ട്. ഇടിമുഴക്കമുണ്ടായി മഴ പെയ്യുമ്പോൾ ആലിപ്പഴം പൊഴിയുന്നത് പോലെ ഇവിടെ ഇതാ പറയുന്നു, ആലിപ്പഴം പൊഴിയുന്നു, തീക്കനലും പൊഴിയുന്നു. ഇത് രണ്ടും പരസ്പരം ചേരുന്നതല്ല. ദൈവത്തിന്റെ ശാസനയിൽ, ദൈവത്തിന്റെ ഇടപെടലിൽ ദൈവം തന്റെ നാദം മുഴക്കുമ്പോൾ ആലിപ്പഴം പൊഴിയുക എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ ഓർത്തോണം, അതൊരു കരുണയുടെ ആലിപ്പഴമാണ്, സ്നേഹത്തിന്റെ ആലിപ്പഴമാണ്. അതിശക്തമായ ദൈവസ്വരത്തിന്റെ മുൻപിൽ പൊഴിയുന്നത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന മൃദുവാകുന്ന ആലിപ്പഴം പോലെയുള്ള അനുഭവങ്ങൾ. അത് ശിക്ഷയുടെ അനുഭവമല്ല. ഒരേ സമയം ദൈവത്തിൽ നിന്ന് ഓർത്തോണം, ആലിപ്പഴം പൊഴിയുന്നു, അഗ്നിക്കനല് പൊഴിയുന്നു. നമ്മൾ ഇന്ന് വാരി കൂട്ടിയിരിക്കുന്നത് ദൈവത്തിന്റെ കോപചഷകത്തിൽ നിന്നുള്ള അഗ്നിജ്വാലയാണോ അതോ ആലിപ്പഴമാണോ നമ്മൾ തന്നെ ചിന്തിക്കണം. ആലിപ്പഴം പെറുക്കാൻ ഓടുന്നവർ അഗ്നിജ്വാലകളെ പെറുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമായി പലരും പലതിനെയും കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, പെറുക്കിക്കൂട്ടുന്ന ആലിപ്പഴത്തിന് അധികം ആയുസില്ല, നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ. ഏത് നിമിഷവും അലിഞ്ഞു പോകാം, വെറും വെള്ളമായിട്ട് മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ധ്യാനത്തോടുകൂടി ഓർത്തോണം. ഇത് ആലിപ്പഴം പെറുക്കുന്നതിന് തുല്യമാണ്.
മന്ന പെറുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. മരുഭൂമിയിൽ ദൈവം ഇസ്രായേലിന് മന്ന വർഷിച്ചു കൊടുത്തു. അധികം പെറുക്കിയവൻ അധികവും, കുറെ പെറുക്കിയവന് കുറവും കിട്ടിയില്ല. കൂടുതലായി പെറുക്കി വെച്ചവന്റെ മന്ന പിറ്റേന്നത്തേക്ക് പൂത്തുപോയി, അവിഞ്ഞുപോയി, ദുർഗന്ധം വമിച്ചു. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഓർത്തോണം, ദൈവാനുഗ്രഹമാകുന്ന ആലിപ്പഴം പെറുക്കുവാനുള്ള പാത്രമൊന്നും നമ്മുടെ ഇല്ല പ്രിയമുള്ളവരെ. അതിന് ഏത് രീതിയിൽ പരിപാലിക്കണമെന്ന് പോലും നമുക്കറിയത്തില്ല. ഈ ആലിപ്പഴത്തെ എടുത്തുകൊണ്ട് അതുപോലെ ശീതീകരിച്ച് സൂക്ഷിക്കുവാൻ ശ്രമിച്ചാലും അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുകയാണ്, അത് വേറൊരു തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ ആലിപ്പഴം പെറുക്കി പാത്രത്തിലിട്ട് വേണേ വീണ്ടും ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വയ്ക്കാം, കട്ട പിടിച്ച് കിട്ടും. പക്ഷേ നമുക്ക് കിട്ടുന്ന ആലിപ്പഴവും ആ ഫ്രിഡ്ജിൽ നിന്ന് കിട്ടുന്ന ഐസ് കട്ടയും രണ്ടും രണ്ടായിട്ട് മാറപ്പെടും. സത്തയിലും മാറ്റമുണ്ടാകും, ഗുണത്തിലും മാറ്റമുണ്ടാകും, കാഴ്ചയിലും മാറ്റമുണ്ടാകും. നമ്മൾ പെറുക്കുന്ന 10 or 50 ആലിപ്പഴമാണെങ്കിൽ പോലും ഒരു പാത്രത്തിലിട്ട് അത് അലിഞ്ഞു കഴിഞ്ഞ് വെള്ളമാക്കി മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരു കൊച്ച് ഐസ് കട്ടയായിട്ട് മാറ്റപ്പെടും. ആ ഐസ് കട്ടയ്ക്ക് പ്രത്യേകതയൊന്നും കാണത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ അനുഭവങ്ങളെല്ലാം ഇതുപോലെ പ്രിയമുള്ളവരെ, ആലിപ്പഴത്തിന് തുല്യമാണ്. ആലിപ്പഴം പോലെ ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകും. ഇത് ഒത്തിരി നാൾ സമ്പാദിച്ചു വെക്കാനോ സൂക്ഷിച്ചു വെക്കാനോ പറ്റത്തില്ല. അത് അല്ലെങ്കിൽ ഈ നേടുന്ന ആലിപ്പഴത്തിന് തുല്യമായ ഭൗതികമായ സുഖങ്ങളും സമ്പത്തും പ്രതാപവും ഒക്കെ അതിൻ്റെ രുചിയെക്കുറിച്ച് പറയാനും പറ്റത്തില്ല. എനിക്ക് പറയാം, ഞാൻ 100 ആലിപ്പഴം പറക്കി അല്ലെ ആലിപ്പഴം കഴിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആലിപ്പഴത്തിൻ്റെ രുചി പറയാൻ പറ്റിയിട്ടുണ്ടോ? ഉപ്പാണോ, മധുരമാണോ, കയ്പാണോ, എന്താണെന്ന് ആരെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടോ? ആലിപ്പഴം കഴിച്ച് വിശപ്പ് മാറിയവരുണ്ടോ? പ്രിയമുള്ളവരെ, ചിലതൊക്കെ അടയാളങ്ങളാണ് കേട്ടോ. ദൈവത്തിൻ്റെ ശാസനയാൽ സ്വരത്താൽ ആലിപ്പഴം പൊഴിഞ്ഞു എന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായ പഠിപ്പിക്കല, എനിക്ക് നിങ്ങൾക്കും തരുന്ന ഒരു മുന്നറിയിപ്പ്. ജീവിത അനുഭവങ്ങളെ ആലിപ്പഴവുമായിട്ട് കണക്കാക്കുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന് പൊഴിയുന്ന ആലിപ്പഴങ്ങൾ, ദൈവസന്നിധിയിൽ നിന്ന് പൊഴിയുന്ന അനുഗ്രഹമാരികൾ, അത് സ്വാർത്ഥതയ്ക്കായി തീരരുത്, കാപട്യത്തിനായി തീരരുത്. വീണ്ടും പറയുന്നു, ഇടിമുഴക്കമുണ്ടാക്കി അവിടെ അഗ്നിക്കനൽ, തീക്കനൽ പൊഴിഞ്ഞു. ആലിപ്പഴം വാരിയെടുക്കാൻ എളുപ്പമാണ്, ഒരു സുഖമാണ്, ഒരു സന്തോഷമാണ്, ഒരാഘോഷമാണ്. പ്രിയമുള്ളവരെ, ആലിപ്പഴത്തിന് പകരം തീക്കനലാ പൊഴിയുന്നെങ്കിലും നമുക്കിരിക്കാൻ പറ്റുമോ? അവിടെ മഴയില്ല, ആലിപ്പഴം പൊഴിയുന്നത് മഴയോട് ചേർന്ന. തീക്കനൽ എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു തലമാണ്. അപ്പം ദൈവത്തിൻ്റെ ഇടപെടൽ വരുമ്പോൾ പൊഴിയുന്ന അനുഭവങ്ങളുടെ 2 തലങ്ങൾ അവിടെ വളരെ ലളിതമായി സങ്കീർത്തനക്കാരൻ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇടപെടലുകളും അതിൻ്റെ അടയാളങ്ങളും എപ്പോഴും ആലിപ്പഴം പോലെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതാകണമെന്നില്ല കേട്ടോ. മൃദുവാകണമെന്നുമില്ല. ചിലതൊക്കെ അഗ്നിജ്വാല പോലുള്ളതാണ്. ഈ അഗ്നിജ്വാല എന്ന് പറയുന്നത് കത്തിക്കുന്നതാണ്. എത്ര അഗ്നിജ്വാല വാരിയെടുക്കാൻ മനുഷ്യർ ഓടും. ആലിപ്പഴം വാരിയെടുക്കാൻ ഓടുന്നവൻ അഗ്നിജ്വാല കാണുമ്പോൾ പേടിച്ചു പോകും. തീ ആളിപ്പടരും, കൈപൊള്ളും, ശരീരത്തിന് മുറിവേൽക്കും. പെട്ടെന്നൊന്നും മരുന്ന് കെട്ടിവെച്ചാലും പറ്റത്തില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ ഓർത്തോണം, ഇന്ന് തീക്കനൽ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ തീക്കനൽ പൊഴിഞ്ഞിട്ടും നമ്മൾ കത്തിപ്പോകാത്തത് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? ഇത്രയേറെ തീജ്വാലകൾ ചുറ്റുമുണ്ടായിട്ടും നമ്മൾ നശിച്ചു പോകാഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥനയോടുകൂടി ഓർക്കണം. ദൈവത്തിൻ്റെ ചില നടത്തിപ്പുണ്ട്. അവൻ ആലിപ്പഴത്തോടൊപ്പം തീക്കനലും പൊഴിക്കുന്നു, പക്ഷേ അവൻ്റെ കരുണയാകുന്ന സ്നേഹത്തിൻ്റെ മറവിൽ അതൊക്കെ അലിഞ്ഞു പോകുകയാണ്. ആലിപ്പഴത്തേക്കാൾ വേഗത്തിൽ അലിഞ്ഞു പോകുന്ന, കെട്ടുപോകുന്ന തീജ്വാല അതൊരു പ്രതീകമാണ്. ആകാശത്തിൽ നിന്ന് പൊഴിയുന്ന തീജ്വാല നമുക്ക് മറ്റൊരു ദർശനവും നൽകുന്നുണ്ട്. അഗ്നിനാവുകൾ പോലെ പിളർന്നിരിക്കുന്ന തീനാവുകളായി അനേകരിൽ പതിക്കുന്നുണ്ട്. പരിശുദ്ധ റൂഹായുടെ ആവാസമായി ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദത്താൽ പുറപ്പെട്ടു പോകുന്ന തീജ്വാല നശീകരണത്തിന്റെ പ്രതീകമായിട്ട് മാത്രം നമ്മൾ കാണരുത്. അതിന് ആത്മാവിന്റെ ഒരു സാന്നിധ്യമുണ്ട്. തീക്കനൽ പോലെ ശക്തമായ നാവുകൾ, അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ നമ്മളിൽ പതിക്കുകയാണ്. പരിശുദ്ധ റൂഹായുടെ ശക്തമായ ആവാസം അത് നമ്മിൽ ഉണ്ടാകണം. ആ തീജ്വാലകൾ പലതിനെയും കത്തിക്കണം.
പലതിനെയും ദഹിപ്പിക്കണം, നമ്മുടെ അശുദ്ധിയും അഹങ്കാരവും ഒക്കെ കത്തിച്ചു കളയണം. ഇന്ന് അത് നമുക്ക് ആവശ്യമാണ് പ്രിയമുള്ളവരെ. ആ ഒരു അനുഭവത്തോടു കൂടി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അവൻ അസ്ത്രമേതവരെ ചിതറിച്ചു, മിന്നലയച്ചവരെ തോൽപ്പിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ ഭയങ്കരമാണ്. അവൻ്റെ അസ്ത്രവും അവൻ്റെ മിന്നലും നമുക്കൊരു കരുതലാകട്ടെ. എൻ്റെ ദൈവമേ, ഞാൻ ഒരുപാട് അസ്ത്രങ്ങൾ എഴുതി നോക്കി. ഈ അസ്ത്രങ്ങളൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ മിന്നലുകൾ കോപത്തിൻ്റെയും സന്തോഷത്തിൻ്റേതുമായിട്ടുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മിന്നലിൻ്റെ മുൻപിൽ, പ്രകാശത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഞാൻ സുരക്ഷിതനാണ്. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ആകാശത്തിൽ ഇടിമുഴക്കമുണ്ടാക്കി തൻ്റെ നാദം കേൾപ്പിച്ച അത്യുന്നതൻ ഒരേ സമയം ആലിപ്പഴവും പൊഴിച്ചു, ഒരേ സമയം തീജ്വാലയും ഉണ്ടാക്കി. ഈ തീജ്വാല സമൂഹത്തിന് പ്രകാശം കൊടുക്കുന്നതാകട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ തീജ്വാല സമാധാനം നൽകുന്നതാകട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ തീജ്വാല അനേകരെ പ്രസാദിപ്പിക്കുന്നതാകട്ടെ. നമുക്ക് ചേർന്ന് പാടാം. എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ മേലാൽ, എന്നിലശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല. 18-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിലെ 14-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ദൈവസന്നിധിയിലെ ആലിപ്പഴവും തീക്കനലും തുടർ ചിന്തകൾക്കും ധ്യാനങ്ങൾക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.